ഇതാണ് 4 ഭാഗത്തുള്ള ക്യാമറയുടെ ദൃശ്യം. അങ്ങേ അറ്റത്ത് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ, പിന്നെ അടുക്കള സൈഡിൽ. ഇതാണത്. നോക്കേ, ഇതാണ് നമ്മുടെ ഈ ക്യാമറ. മാമനെ കാണുന്നില്ലേ? ട്രൗസറൊക്കെ ഇട്ടിട്ട് ഉളുപ്പില്ലാണ്ടിരിക്കുന്നത് കേടാ. കൊള്ളാം മോനെ. ഇനി ഈ വീട്ടില് നമ്മൾ അറിയാതെ ഒരു ഈച്ച പോലും കേറില്ല. കള്ളനെ പേടിക്കാതെ കിടക്കാലോ. ആ അതെ, ഇനി പുറത്തുനിന്നൊരു കള്ളനും അകത്തോട്ട് കേറില്ല. അത് ശരി. അപ്പൊ അകത്തുള്ള കള്ളനെ പേടിച്ചാ മതിയെന്ന് അല്ലേ? അതല്ലേ മാമൻ പറഞ്ഞതിന്റെ അർത്ഥം? ഏയ്, ഞാൻ അങ്ങനെ ഒന്നും തെച്ച് പറഞ്ഞല്ല. അതാ പിന്നെ അകത്തുള്ള കള്ള കട്ടതല്ല താമസിയാതെ തന്നെ തിരിച്ചു കൊണ്ടു വെക്കും കേട്ടാ. അതിനുള്ള വർക്കാണ് ഞാനിപ്പം ചെയ്തു വെച്ചതും തുടങ്ങാൻ പോകുന്നത്. അത് മതി മോനെ. നീ മനസ്സ് വെച്ചാ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് നല്ല വിശ്വാസമുണ്ട്. ഓക്കെ അമ്മേ, കയ്യെത്താം. ആ വിശ്വാസമൊക്കെ എനിക്കും ഉണ്ട്. മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതിന്റെ ചില സ്വഭാവങ്ങളും രീതികളും മാറ്റണം. നിന്റെ വില പലപ്പോഴും നീ തന്നെ അവരെ കളയുന്നത്. എനിക്കറിയാം മാമ. എല്ലാത്തിലും കയറി പ്രതികരിക്കാതെ ഒരു മയത്തിലൊക്കെ പോയാലേ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇനി മുതൽ അങ്ങനെ ഒരു റൂട്ട് പിടിക്കാനാണ് എന്റെ തീരുമാനം. വെറുപ്പിച്ചവരൊക്കെ ഒന്ന് പോയി കണ്ടെന്നും മയപ്പെടുത്തി എടുക്കണം. ആ, അത്ര നല്ല ബുദ്ധികളൊക്കെ ഉണർന്ന് വരട്ടെ. ആ മോനെ, നിനക്ക് പോകണ്ടല്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം, കഴിച്ചിട്ട് ഇറങ്ങിയാ മതി. ആ ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഈ CCTV ക്യാമറ വെച്ചത് നന്നായി. നമ്മുടെ വർക്കിന്റെ ക്യാമറയുടെ ഒക്കെ ക്ലാരിറ്റി ഇല്ലേ, പാർട്ടികൾക്ക് കാണുമ്പോ മനസ്സിലാവുമല്ലോ. ഇതുപോലെ. പിന്നെ സംഭവമൊക്കെ ഗംഭീര. ഈ കാറ്റ് നിന്നെ തോപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ലടാ. അതാണ്. വാ, നമുക്ക് കഴിക്കാം. നല്ല വിശപ്പ്. മാമനാ ഏടി എടുത്തിട്ട് വാ, ഞാൻ അപ്പോഴേക്കും കഴിക്കാം. എടാ, എടുത്ത പൊങ്ങാത്തേണി എന്നെ കൊണ്ടാണ്. പിന്നെ ഇത്രയും പണി ഞാനല്ലേ ചെയ്തോണ്ടിരുന്നത്. അതെങ്കിലും ചെയ്യ്. ഇങ്ങോട്ട് നോക്ക. നല്ല കുട്ടിയാണോ? നല്ല കുട്ടിയാണോ? പൗഡർ ഇടാം. തേച്ചോ. വിച്ചുമോൻ റെഡിയായോ? നഴ്സറി പോകാനായിട്ട് മുത്തച്ഛൻ റെഡിയാ. മുത്തച്ഛനും വിച്ചുമോന്റെ കൂടെ നഴ്സറി പഠിക്കാൻ പോവാണോ? വേണമെങ്കിൽ പഠിക്കാം. വയസ്സാവുമ്പോ മനസ്സൊക്കെ കുട്ടികളുടേത് പോലെ ആവുന്ന പറയാ. അത് സത്യം തന്നെ. എനിക്കിപ്പോ ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരിക്കുന്നതാ. അല്ല വിച്ചുട്ടാ, അത് അച്ഛന്റെ കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ, അല്ലാതെ വയസ്സായതുകൊണ്ടൊന്നും അല്ല. പിന്നെന്താ, വരാതിരിക്കില്ല മോനെ. ലച്ചു മോളെ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ അച്ഛൻ നഴ്സറിയിൽ കൊണ്ടുവന്ന് വിടും. നമുക്ക് പോവാം മോനെ. ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. ആരോടും വഴക്കിനൊന്നും പോരുതേ. നല്ല മോൻ. മുത്തച്ഛന്റെ മോൻ നല്ല കുട്ടിയാ, ഒരു വഴക്കിനും പോയില്ല. അല്ല വിച്ചൂട്ടാ. അമ്പിളിച്ചി രഘുവിനൊപ്പം കമ്പനി പോകാൻ ഇറങ്ങിയതാണോ? ഞാൻ അച്ഛനെയും നിന്നെയും കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കയറിയിരിക്കൂ. ഞാൻ ലച്ചുമോളെയും വിച്ചുമോനെയും നഴ്സറി വിട്ടിട്ട് വരാം. അമ്മ, ഞാൻ കയറുന്നില്ല. അമ്പിളിയോട് നിൽക്കട്ടെ. ഞാൻ മക്കളെ നഴ്സറി വിട്ടിട്ട് അതുവഴി കമ്പനിയിലേക്ക് പോകും. പിന്നെ രഘുവേട്ടനെ വരെ നഴ്സറി വിടുമെങ്കിൽ പിന്നെ അച്ഛൻ പോകണ്ടല്ലോ. അതിപ്പോ എനിക്ക് പുറത്തു വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്നാ പിന്നെ അമ്മാവനും കൂടെ വണ്ടിയിൽ വാ, അത്രയും ദൂരം നടക്കണ്ടല്ലോ. എന്നാ രഘു പോവാം. മോളെ വാ, നമുക്ക് നഴ്സറി പോവാലോ. അമ്പിളി,
ഞാൻ വൈകിട്ട് ഇതൊഴി വരാം. ശരി വേട്ടാ. അനു പോയിട്ട് വരാം. ശരി എന്നാ.